കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും ചെയ്തു നോക്കുമല്ലോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ബ്രെഡ് പുഡിംഗ്, ഇത് ചൂടോടെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. രണ്ടായാലും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാം. ഞാൻ അതിനു വേണ്ടി 10 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നോർമൽ സൈസിലുള്ള പീസസ് ആണ്. വലിയ സ്ലൈസസ് ആണെന്നുണ്ടെങ്കിൽ 7 or 8 മതിയാവും. ആദ്യം ഇതെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പിച്ചിയിട്ടാൽ മതി. അതിനുശേഷം മിക്സിയുടെ ബൗളിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഞാൻ ബ്രെഡിൻ്റെ സൈഡ്സ് ഒന്നും കളയുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയുടെ ബൗളിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. കണ്ടോ, വളരെ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി ബ്രെഡ് കൂടി പൊടിച്ചെടുക്കാം. ഇപ്പോൾ 10 സ്ലൈസ് ബ്രെഡും പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്യണം. ഞാൻ ഈ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിന് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏതാണ്ട് 6 ടേബിൾ സ്പൂൺ. മധുരം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ആവാം. ഇത് 2 ഗ്ലാസ് പാലാണ്. ആ പാലിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കാം. ചെറു ചൂടുള്ള പാലായിരിക്കും നല്ലത്. അപ്പോൾ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ അല്പം വലിയ ബൗളിലേക്ക് മാറ്റുകയാണ്, കുറച്ചുകൂടെ മിക്സിങ്ങിനുള്ള സൗകര്യത്തിന്. പഞ്ചസാര നല്ലപോലെ ഇളകിക്കഴിഞ്ഞാൽ ഈ പാലും പഞ്ചസാരയും ചേർന്ന മിശ്രിതം നമുക്ക് ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ ഇതൊരു 10 മിനിറ്റ് ഇരിക്കണം. ഇനി ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കാം. നമുക്കിതിനൊരു ഫ്ലേവർ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നേരെ നമ്മുടെ സ്റ്റീമറിലേക്ക് മാറ്റാം. അതിന് മുമ്പ് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം അതിലേക്ക് വീഴാതിരിക്കും. കവർ ചെയ്ത ശേഷം ഒരു ഫോർക്കോ എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും വെച്ചൊന്ന് ഇതുപോലെ കുത്തി ഹോൾസ് ഇട്ട് കൊടുക്കുക. സ്റ്റീമറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു തുടങ്ങി, ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് മാറ്റാം. 1/2 മണിക്കൂർ ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ട്. 1/2 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ പുഡിംഗ് ഈ രീതിയിലായിരിക്കുന്നത്. നമുക്ക് എടുത്ത് നോക്കാം. ഒന്ന് തിരിച്ചിടാം.
കണ്ടല്ലോ നമ്മുടെ പുഡിംഗ് എങ്ങനെയുണ്ടെന്ന്. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാലോ, വളരെ സോഫ്റ്റാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ വീട്ടിലെ കുട്ടികളെ കൊണ്ട് തന്നെ ഈ റെസിപ്പി ചെയ്യിച്ചു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.